Charitra Vivag Bridal Collections by Shobhika Weddings. നിലമ്പൂർ ജനത കാത്തിരുന്ന നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ അടിപ്പാത യാഥാർത്ഥ്യമായി. ഇപ്പോൾ വാഹനങ്ങൾ ഈ വഴിയാണ് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലൂടെ കടന്നു പോകുന്നത്. വലിയ ഒരു ആവശ്യമാണ് ഇതോടുകൂടി യാഥാർത്ഥ്യമായിരിക്കുന്നത്. എന്തായാലും അടിപ്പാത യാഥാർത്ഥ്യമായതോടുകൂടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടിപ്പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ നിർത്തേണ്ട സ്ഥലത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പോലീസ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾക്കാണ് നിയന്ത്രണമുള്ളത്. നമുക്കറിയാം, നിലമ്പൂർ ഷൊർണൂർ പാതയിൽ പ്രധാന റെയിൽവേ സ്റ്റേഷനായ നിലമ്പൂരിൽ ട്രെയിൻ വരുന്ന സമയത്തും പോകുന്ന സമയത്തും ഈ യാത്രക്കാരെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെയൊക്കെ വലിയൊരു ഗതാഗത കുരുക്ക് ആ ഭാഗത്തുണ്ടാകാറുണ്ട്. എന്നാൽ അടിപ്പാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പാതയിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ ഈ വഴി സഞ്ചരിക്കുമ്പോൾ അവയുടെ നിയന്ത്രണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു നിർദ്ദേശവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെയിൽവേ അടിപ്പാത തുറന്നതോടുകൂടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വാഹനത്തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നിലമ്പൂർ പോലീസ് പുതിയ ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നത്. നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുൻപിൽ ഇടതുഭാഗത്ത് നിർത്തേണ്ടതാണ്. പൂക്കോട്ടുംപാടത്തു നിന്നും നിലമ്പൂരിലേക്ക് വരുന്ന ബസ്സുകൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം പള്ളിക്ക് മുൻപിലായി നിർത്തേണ്ടതാണെന്ന് നിലമ്പൂർ CI സുനിൽ പുളിക്കൽ അറിയിച്ചു. ഈ 2 സ്റ്റോപ്പുകളിൽ നിന്നും മാത്രമേ ആളുകളെ ബസ്സിൽ കയറ്റിയിറക്കുവാൻ പാടുള്ളൂവെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച മുതലാണ് പുതിയ ഗതാഗത നിയന്ത്രണം നിലവിൽ വരിക. Charitra Vivag Bridal Collections by Shobhika Weddings.